ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെഹിക്കിൾ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാർ. നമുക്കറിയാം ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പണി കിട്ടിയത് ഓണം എക്സാമിൻ്റെ ഭാഗങ്ങൾ ചോദിച്ചിട്ടാണ് പണി കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയുടെ ഭാഗങ്ങൾ എക്സാമിന് ചോദിക്കും. ഏകദേശം 20+ മാർക്ക്, 20 മാർക്കിലധികം എന്തായാലും ഓണപരീക്ഷയുടെ ഭാഗങ്ങൾ സോഷ്യൽ സയൻസിന് ഉണ്ടാവും, ഉറപ്പാണേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മുടെ ഇക്വിനോക്സസും സോളിസ്റ്റിസസും. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, വിട്ട ഭാഗം പൂരിപ്പിക്കാം. മാർച്ച് 21 പ്രത്യേകത എന്താ? എൻ്റെ മക്കൾക്കറിയാം, അത് ഇക്വിനോക്സ് ആണ്. അത് ഇക്വിനോക്സ് ആണെന്നറിയാം, അതായത് വിഷുവങ്ങൾ ആണെന്നറിയാം. വിഷുവം അല്ലേ? ആണ്. ഇതുപോലെ വേറൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഏതാ? സെപ്റ്റംബർ 23. രണ്ടും ഇക്വേറ്ററിന് മുകളിൽ. സണ്ണിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഇക്വേറ്ററിന് മുകളിലായിരിക്കും. ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. ഡേ ഈക്വൽ ടു നൈറ്റ്. രാത്രിയും പകലും തുല്യമായിരിക്കും. ഭൂമധ്യരേഖയുടെ മുകളിൽ എന്ത് വരും? സണ്ണ് വരുന്ന ആ ഒരു ദിവസമാണ്. ഇനി സമ്മർ സോളിസ്റ്റിസ് അറിയാം സാറേ, ജൂൺ 21 അല്ലേ? ജാനുവരിയിലിട്ട് ജൂൺ 21. ജൂൺ 21 സമ്മർ സോളിസ്റ്റിസ് വരുന്നത്. ആ ദിവസം, അതായത് സാർ എന്താ അതിൻ്റെ മലയാളം? ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് പറയും. ഗ്രീഷ്മ അയനാന്ത സമ്മർ സോളിസ്റ്റിസ്. ഓക്കെ. ഇനി എന്താ സാർ അതിൻ്റെ പ്രത്യേകത? സംഭവം ഇത്രയേ ഉള്ളൂ. ഡേ കൂടുതലായിരിക്കും. ഏത് ഹെമിസ്ഫിയറിൽ? നോർത്തേൺ ഹെമിസ്ഫിയറിൽ. പകലിൻ്റെ ദൈർഘ്യം ഉത്തരാർദ്ധഗോളത്തിൽ പകല് കൂടുതലായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ, അഥവാ ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രിയുടെ ദൈർഘ്യം നൈറ്റ് കൂടുതലും പകൽ കുറവായിരിക്കും. ഓക്കെ സാർ, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ലോങ്ങസ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ലോങ്ങസ്റ്റ് നൈറ്റ് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ. നമുക്ക് ലോങ്ങസ്റ്റ് നൈറ്റ് വിൻ്ററിലാണ്. ഉറപ്പിച്ചോ? 2 കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഒരാൾ ഏതാ? വിൻ്റർ സോളിസ്റ്റിസ് തന്നെയാണ്. എന്ന് വെച്ചാൽ സോളിസ്റ്റിസ് ഏതാ? ശൈത്യ അയനാന്ത ദിനം. ഓക്കെ. യെസ്, എൻ്റെ കുഞ്ഞുമക്കൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഏതാണ് ഡേറ്റ് എന്നുള്ളത്? ഡിസംബർ 22. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ സണ്ണ് വരുന്നതാണ് നമ്മുടെ വിൻ്റർ സോളിസ്റ്റിസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് സമ്മർ സോളിസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ 23.5 ഡിഗ്രി നോർത്തിൻ്റെ മുകളിൽ സണ്ണ് വരുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുമക്കളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നെക്സ്റ്റ്, ഓട്ടം സീസൺ എന്നുള്ളത് എവിടുന്ന് എവിടേക്കുള്ള ട്രാൻസിഷനാണ്. ഓട്ടം എന്ന് വെച്ചാൽ ഹേമന്തകാലം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ സാർ താഴെ എന്തായിരിക്കും? താഴെ ഉറപ്പാണ് അത് സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അല്ലെങ്കിൽ സംശയം ഇവിടെ നോക്കടാ, വിൻ്റർ ടു സമ്മർ ട്രാൻസിഷൻ. ശൈത്യത്തിൽ നിന്ന് ശൈത്യകാലം കഴിഞ്ഞ് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് സ്പ്രിങ്, അല്ലെങ്കിൽ വസന്തം വരവായി വസന്തം. ഓക്കെ, ഇത് ഹേമന്തകാലമാണ് കേട്ടോ. ഒന്ന് യെസ്, എൻ്റെ മക്കളൊന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, സമ്മറിൽ നിന്ന് വിൻ്ററിലേക്കുള്ള ട്രാൻസിഷനാണ്, അഥവാ വേനലിൽ നിന്ന് എങ്ങോട്ടുള്ളത്? ശൈത്യത്തിലേക്കുള്ള ട്രാൻസിഷനാണ്. ഓട്ടം സീസണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ഒരു പോയിന്റ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സവിശേഷത എന്താണ്? യെസ്, ലീഫ് ഷെഡിങ് ആണല്ലേ? ലീഫ് ഷെഡിങ് ആണ്. ലീവ്സ് എല്ലാം ഷെഡിങ്. ഇലകൊഴിയും കാലമാണ്. ഇലകൊഴിയും ശിശിരത്തിൽ കേട്ടില്ലേ? ഇലകൊഴിയും കാലമാണ്. ഓക്കെ. ഇനി സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത ഒരുപാട് എഴുതാൻ പറ്റും. ബ്ലൂമിങ്ങും സ്പ്രൗട്ടിംഗ് ഒക്കെ എഴുതാൻ പറ്റും. ഇലകളൊക്കെ ഉണ്ടാവുന്നത്, പൂക്കൾ വിരിയുന്നത് ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതെല്ലാം എന്തിൻ്റെ പ്രത്യേകതയാണ്? നമ്മുടെ സ്പ്രിംഗ് സീസണിൻ്റെ പ്രത്യേകത. ടെമ്പറേച്ചർ കൂടി വരുന്നതൊക്കെ എഴുതാം. ഓക്കെ, പ്രധാനമായിട്ട് എഴുതാൻ ചക്ക ഉണ്ടാവുന്നു, മാങ്ങ ഉണ്ടാവുന്നു എഴുതിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടം സീസണും സ്പ്രിംഗ് സീസണും. നമ്മുടെ പ്രധാനപ്പെട്ട 3 ലൈൻസും കൂടെ ഇവിടെ നോക്കണം. ഏതൊക്കെ ലൈൻസ്? 0 ഡിഗ്രി, 180 ഡിഗ്രി, 82.5 ഡിഗ്രി ഈസ്റ്റ്, IST നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഇനി എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ട്രേഡ് വിൻഡ്സ് ആൻഡ് വെസ്റ്റേർലീസ്. ട്രേഡ് വിൻഡിൻ്റെയും വെസ്റ്റേർലീസിൻ്റെയും ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് പറയാനാണ് പറഞ്ഞത്. മക്കളെ, അതിന് വേണ്ടി ഞാനിവിടെ ഒരു സഹായത്തിന് വേണ്ടി നമ്മുടെ ഗ്ലോബ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗ്ലോബ് അല്ല, അത് മുട്ടയല്ല, ഗ്ലോബാണ് കേട്ടോ. 0 ഡിഗ്രിയാണിത്. ഇക്വേറ്ററിൽ ഒരു പ്രഷർ ബെൽറ്റ് ഉണ്ട്. ടെമ്പറേച്ചർ കാരണം ഉണ്ടാവുന്ന ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. ഓക്കെ, ELPB, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അഥവാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഞാൻ ന്യൂ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇരുവശത്തായിട്ട് ഒരു ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നുള്ള ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഒരു ഉച്ചമർദ്ദ മേഖലയുണ്ട്, ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പം നമുക്കറിയാം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വിൻഡ് വരിക. ഇവിടെ ഒരു വിൻഡ് വരുന്നുണ്ട്. യെസ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വരുന്ന വിൻഡുകളാണ് നമ്മുടെ ട്രേഡ് വിൻഡ് എന്നുള്ളത്. ഏതാണ്? ട്രേഡ് വിൻഡ്. മക്കളെ മനസ്സിലായോ? അതാണ് നമ്മുടെ ട്രേഡ് വിൻഡ് എന്നുള്ളത്. നെക്സ്റ്റ്, ഇനി പറയാനുള്ള കാര്യം മക്കളെ ഇത്രയേ ഉള്ളൂ.
ഇവിടെ നിങ്ങൾക്ക് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് താഴെയായിട്ട് നിങ്ങൾക്കറിയാം മറ്റൊരു പ്രഷർ ബെൽറ്റ് കൂടെ ഉണ്ട്. അതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അവിടേക്കും വിൻഡ് പോവില്ലേ? അവിടേക്കും വിൻഡ് പോകുന്നുണ്ട്. ആ വിൻഡാണ് ഇതാ മുകളിൽ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉണ്ട്. ആ വിൻഡിന് നമ്മൾ പറയുന്ന പേരാണ് വെസ്റ്റേർലീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ സാറ് വരയ്ക്കുന്ന വിൻഡുകൾ എങ്ങനെ ചെരിഞ്ഞിട്ടാണല്ലോ പോകുന്നത്, നേരെ പോകുന്നില്ലല്ലോ. എടാ, ഇത് ചെരിക്കുന്നത് ആരാ? നമ്മുടെ കൊറിയോലിസ് ഫോഴ്സ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ടും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ടും ലെഫ്റ്റിലേക്കും ഡീവിയേറ്റ് ചെയ്യിക്കും ആരെ? വിൻഡിനെ. അതാരാ പറഞ്ഞത്? ഫെറൽ ലോയിൽ പറയുന്ന കാര്യമാണ്. ഫെറൽസ് ലോ, ഫെറൽ നിയമത്തിൽ പറയുന്ന കാര്യമാണത്. അഡ്മിറൽ ഫെറലിന്റെ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഈ വിൻഡുകളെ കുറിച്ചിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ട്രേഡ് വിൻഡ് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ടേ വരത്തുള്ളൂ. 6 മാർക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ എഴുതാനുണ്ട്. അത് എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞിട്ട് ട്രേഡ് വിൻഡ്സ് ആർ ബ്ലോയിങ് ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് നമ്മുടെ ട്രേഡ് വിൻഡ്, വാണിജ്യവാദങ്ങൾ. നെക്സ്റ്റ്, വെസ്റ്റേർലീസ് എന്ന് പറഞ്ഞാൽ വിൻഡ് ബ്ലോസ് കണ്ടിന്യൂസ്ലി ഫ്രം ദ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്ന കാറ്റുകളാണ് നമ്മുടെ വെസ്റ്റേർലീസ് എന്നുള്ളത്, അഥവാ പശ്ചിമവാദ കാറ്റുകൾ എന്ന് പറയുന്നത്. സാർ, ഇതെങ്ങനെ 6 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഒന്നും ചെയ്യണ്ട, ഇതും കൂടെ എഴുതി വെക്കാം. നമ്മുടെ ട്രേഡ് വിൻഡ് 2 ഏതൊക്കെയാ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് ഉണ്ട്, തെക്ക് കിഴക്ക് ട്രേഡ് ഉണ്ട്. ഇതാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ്, വടക്ക് കിഴക്ക് ട്രേഡ് ഉണ്ട്. ഈ 2 ട്രേഡ് വിൻഡുകൾ കൂടെ ഇക്വറ്റോറിയൽ റീജിയനിൽ ഇങ്ങനെ കൂട്ടിമുട്ടും, കൺവേർജ് ചെയ്യും. ഈ കൺവേർജ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ITCZ. ITCZ എന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മുടെ 2 ഹെമിസ്ഫിയറിൽ നിന്നും വരുന്ന ട്രേഡ് വിൻഡുകളെ കൂട്ടിമുട്ടും, കൺവേർജ് ചെയ്യും. അതാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻ സോൺ. കൂട്ടിമുട്ടുന്ന പോലെ 2 വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ഭാഗം. അടുത്തതും നമ്മുടെ വെസ്റ്റേർലീസിനുണ്ട് പ്രത്യേകത. നമ്മുടെ വെസ്റ്റേർലി വിൻഡുകളും സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഏതാ സദേൺ ഹെമിസ്ഫിയർ? ഞാനിപ്പോൾ ഇതിങ്ങനെ ഓടിക്കുന്ന ഭാഗമാണ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സദേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു റീജിയനിൽ സ്ട്രോങ്ങർ ആയിരിക്കും. എന്തുകൊണ്ടാണ് സ്ട്രോങ്ങർ എന്ന് ചോദിച്ചാൽ അത് വാസ്റ്റ് എക്സ്പാൻഡ് ഓഷ്യൻ ആണ്. ഓഷ്യൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ വെസ്റ്റേർലീസ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ? സദേൺ ഹെമിസ്ഫിയറിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാറ്റുകൾക്ക് 3 പേരുണ്ട്, അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് വെച്ച് 3 പേര് പറയുന്നുണ്ട്. ഒന്ന് റോറിംഗ് 40s എന്ന് പറയും, അതുപോലെ ഫ്യൂരിയസ് 50s എന്ന് പറയും, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഫ്യൂരിയസ് ആണ്. അതുപോലെ ഷ്രീക്കിംഗ് 60s, നിങ്ങളുടെ ബുക്കിൽ ഷ്രീക്കിംഗ് ആണ്, യഥാർത്ഥത്തിൽ സ്ക്രീമിംഗ് ആണത്. ഷ്രീക്കിംഗ് 60s എന്നും കൂടെ പറയാറുണ്ട്, ഷ്രീക്കിംഗ് 60s. അലറുക, അമറുക, ഗർജിക്കുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത്. അത്രയും ഭയങ്കരന്മാരാണ് ഇവിടെ സദേൺ ഹെമിസ്ഫിയറിലുള്ള നമ്മുടെ വെസ്റ്റേർലി വിൻഡുകൾ. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം. ഇതും കൂടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 6 മാർക്കിന് ചോദ്യമായി. 6 മാർക്കിന് ചോദിക്കത്തില്ല, 6 മാർക്കിന് നമുക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കും. SSLC പരീക്ഷയ്ക്ക് ഉറപ്പായാലും ഇത് ചോദ്യമുണ്ട്. ഇത് മാക്സിമം പോയാൽ ഒരു 4 മാർക്കോ 3 മാർക്കിനുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കുക. ഇത് നോക്കാതെ എൻ്റെ മക്കൾ ആരും തന്നെ എക്സാമിന് പോകരുത്. നമ്മുടെ കാറ്റുകൾ കൂടെ ഒരാളും കൂടെ നോക്കണം, പ്രഷർ ബെൽറ്റുകൾ കൂടെ നോക്കണം, മർദ്ദ മേഖലകൾ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി, ബാക്കി കഥകൾ എന്ത് ചെയ്യാം, നമുക്ക് ലൈവിൽ പറയാം. ലൈവിൽ എന്തായാലും ഉണ്ടായിരിക്കണം. താങ്ക് യു, ബൈ.